കുന്തവും കുടച്ചക്രവും തലയിലേറ്റിയ കേരളത്തിന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രഗത്ഭ സർട്ടിഫിക്കറ്റ് നേടിയ രഞ്ജിത്ത് പദവിയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചിട്ടും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പരമാവധി ശ്രമിച്ചിട്ടും കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിന് മുമ്പിൽ മറ്റു വഴികളില്ലാതായപ്പോഴാണ് രഞ്ജിത്തിന്റെ ഈ രാശി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയാവാൻ പരിഗണിക്കപ്പെട്ട ഈ മാന്യ അദ്ദേഹം പാർട്ടി യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ക്യാമ്പ് ഐക്കൺ കൂടിയായിരുന്നു. എന്തായാലും ഈ പ്രഗത്ഭന് പ്രതീക്ഷ ബാക്കിയുണ്ട്. സ്ത്രീ പീഡന വിഷയത്തിൽ പുറത്താക്കപ്പെട്ട ശശിയാണ് ഇന്ന് മുഖ്യന്റെ ഓഫീസിനകത്തിരുന്ന് കേരളത്തെ നിയന്ത്രിക്കുന്നത്. എറണാകുളം DC ഓഫീസിൽ സഖാക്കൾ വെച്ച ഒളിക്യാമറയിൽ കുടുങ്ങിയ കോട്ടമുറിക്കൽ തിരിച്ചു വന്ന് ശക്തനായി തുടരുന്നു. യുവ വനിതാ നേതാവിനെ പാർട്ടി ഓഫീസിൽ പീഡിപ്പിച്ച ഷൊർണൂർ MLA KTDC ചെയർമാനായി കേരളത്തിൽ വിനോദസഞ്ചാരത്തിന് നേതൃത്വം നൽകുന്നു. സ്വന്തം ഭാര്യ തല്ലി മുഖത്തിന്റെ ഷേപ്പ് മാറ്റിയ ഗണേശകുമാരൻ ഇന്നും മന്ത്രിയാണ്. പൂച്ചക്കുട്ടി പ്രയോഗത്തിൽ സ്ഥാനം തെറിച്ച മന്ത്രിയും വനരാജാവായാണ് തിരിച്ചു പിണറായി സർക്കാരിൽ എത്തിയത്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 1.5 കോടി മുടക്കി നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയ റിപ്പോർട്ട് 4.5 വർഷമായി വായിച്ചു രസിച്ച പിണറായി സർക്കാർ ഹേമ റിപ്പോർട്ടിലെ ഹൃദയവും കരളും തലച്ചോറും മുറിച്ചു മാറ്റിയാണ് ഗതികെട്ട് പുറത്തുവിട്ടത്. 3-4 ദിവസം ചാനലിൽ ന്യായീകരിച്ചു കുഴങ്ങിയ അന്തിച്ചർച്ചാ വിദഗ്ധരായ സഖാക്കൾ മുങ്ങി. ഉന്നാവയിലും ഡൽഹിയിലും മണിപ്പൂരിലും കൊൽക്കത്തയിലും നടന്ന പീഡനങ്ങൾക്കെതിരെ ചങ്ക് പൊട്ടിച്ച സാംസ്കാരിക നായകന്മാർ നീണ്ട മൗനത്തിലാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് അവരൊക്കെ പേടിച്ചിരിക്കുകയാണെന്നാണ് കരക്കമ്പി. രഞ്ജിത്തിന്റെ സാഹിത്യ നഗരത്തിൽ നടന്ന പല സാംസ്കാരിക ആഘോഷങ്ങൾക്കിടയിൽ നടന്നുപോയതും ഒരുക്കിയതും ഒതുക്കപ്പെട്ടതുമായ ചിലതൊക്കെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വെളിപ്പെട്ടാൽ സംഭവിക്കുന്ന ഭൂകമ്പം ആലോചിച്ചുകൊണ്ടുള്ള ഭീതിയോട് കൂടിയ നീണ്ട മൗനം. ഒരു തീരുമാനം നമുക്ക് ആലോചിക്കാം. നമ്മുടെ നികുതി പണം ഇതുപോലെയുള്ള സാംസ്കാരിക ഞരമ്പ് രോഗികൾക്ക് ചുവന്ന ബോർഡ് വെച്ച് വിലസാനുള്ളതല്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരം കണ്ട് വയനാട്ടിലെ സ്വന്തം റിസോർട്ടിൽ പേടിച്ച് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ബോർഡ് അഴിച്ചു വെച്ച് രക്ഷപ്പെട്ട ഈ പ്രഗത്ഭന്റെ വഴിയിൽ മറ്റുള്ളവരും എത്തിപ്പെടട്ടെ.